ഇതിൽ ഒരു നിഴലാണ് വെള്ള ചുരിദാറിട്ട് തലയിൽ മുല്ലപ്പൂ വെച്ച് ഏത് നിഴല് ബിജെപിയുടെ നിഴലേക്ക് ഇങ്ങനെയാണോ? ശോഭാ സുരേന്ദ്രന്റെ പ്രചാരണ പരിപാടിയിലും വയോധികയ്ക്ക് പണം നൽകിയ സിമി സജീവ് പങ്കെടുത്തു. നോട്ടിറക്കി നമ്മുടെ ശോഭേച്ചി പെട്ട് ഇപ്പം തെളിവടക്കം പൂട്ടിയിട്ടുണ്ട്. നോട്ട് കൊടുത്താളെയും പൊക്കി, നോട്ട് മേടിച്ചാളെയും പൊക്കി. ശോഭേച്ചി ഘട്ടം ഉരുളുന്ന ഉരുളക്കം കൊടുത്തത് വേറെ ആരുമല്ല, ബിജെപിയുടെ പ്രവർത്തകയായിട്ടുള്ള സിമിയാണ് നോട്ട് കൊടുത്തിരിക്കുന്നത്. സിമി ചേച്ചി അടക്കം പൊക്കിയിട്ടുണ്ട്. സിമി ചേച്ചി ഇപ്പൊ എവിടാണോ ഒളിവിലാണെന്ന് തോന്നുന്നു. അപ്പം കാര്യം അറിയാത്തവർക്ക് നമുക്ക് കാര്യത്തിലോട്ടൊന്ന് വരാം. നമ്മുടെ ശോഭേച്ചി പാലക്കാട് മത്സരിക്കുകയാണ്, അറിയാലോ. പാലക്കാട് കണ്ണാടി പഞ്ചായത്തിൽ ഇന്ന് ഉച്ചയ്ക്ക് ചെറിയതായിട്ടൊരു പരിപാടി നടത്താൻ ശ്രമിച്ചു. കാശ് കൊടുത്തിട്ടെ വോട്ടേഴ്സിനെ മറിക്കുന്ന ഒരു പരിപാടി. അത് എല്ലാ പാർട്ടിക്കാരും ചെയ്യുന്ന പരിപാടിയാ. എല്ലാ പാർട്ടിക്കാരും ചെയ്യുന്ന പരിപാടിയാ. സാധാരണ ഈ ഇരുട്ടുവാക്കിന് പോയിട്ടാണ് ഈ പരിപാടിക്ക് ഇറങ്ങുന്നത്. ഇന്നലത്തോടെ മറ്റേ കലാശക്കൊട്ടെല്ലാം കഴിഞ്ഞു, പരസ്യ പ്രചാരണം കഴിഞ്ഞു. ഇനി സൈലന്റ് പ്രചാരണമാണ്. ഈ സൈലന്റ് പ്രചാരണം എന്ന് ഉദ്ദേശിക്കുന്നത് തന്നെ ഈ പൈസ കൊടുത്ത ആളെ മറിക്കുന്ന പരിപാടിയാണ്. ഉള്ള കാര്യം പറയാലോ, ഇരുട്ട് വാക്കിന് പൈസയും കൊണ്ട് പോയിട്ട് ഇതാ മോനെ ചെയ്തേക്കണം കേട്ടോ എന്ന് പറയുന്ന പരിപാടിയാ ഇത്. നമ്മുടെ ശോഭേച്ചി നട്ടുച്ചയ്ക്ക് നോട്ടുമായിട്ട് ഇറങ്ങി എന്നുള്ളതാ വോട്ട് പിടിക്കാൻ വേണ്ടിയിട്ട്. കോൺഗ്രസ്സുകാർ നൈസായിട്ട് വീഡിയോ എടുത്തങ്ങ് പൊക്കി. ഇപ്പൊ അതിന്റെയാണ് ഇപ്പൊ കത്തിക്കൊണ്ടിരിക്കുന്ന, കേരളം കത്തിക്കൊണ്ടിരിക്കുകയാണ്. ശോഭേച്ചി പറയുന്ന കല്ല് വെച്ച നുണകൾ കേൾക്കണവിടെ. അവരെ എനിക്ക് അറിയത്തില്ല, അവരുടെ കാരണത്ത് ഉണ്ടായിരുന്നില്ല, എല്ലാം തവിട് പൊടിയായെന്നുള്ളതാണ്. ഇവര് സമ്മതിക്കില്ല, ഇവര് തല്ലിക്കൊന്നും സമ്മതിക്കൂല. തല്ലിക്കൊന്നും സമ്മതിക്കാത്തതിന്റെ കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് തെളിഞ്ഞു കഴിഞ്ഞാൽ തീർന്ന് ബൂംചിക്ക ബാബ, ഇനി മത്സരിക്കാൻ പറ്റത്തില്ല, എടുത്ത് വെളിക്കളയും. അപ്പം ഈ പൈസ കൊടുക്കുന്ന സാധനം പൊക്കുന്ന വീഡിയോ നമുക്കത് കാണാം. അവിടെ നിന്നാണല്ലോ ഇതിന്റെ എല്ലാത്തിനും തുടക്കം. ശ്രദ്ധിച്ച് കണ്ടോണം. നമ്മൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ടായിരിക്കും ഈ ഒരു വീഡിയോ പറയുന്നത്. എല്ലാ കാര്യങ്ങളും എടുത്തെടുത്ത് പറയുന്നുണ്ട്. ഒരു വെളുത്ത ചുരിദാർ ഇട്ട തലയിൽ മുല്ലപ്പൂ വെച്ച ഒരു ചേച്ചി ഒരു അമ്മാമയായിട്ട് അങ്ങോട്ട് പോകുന്നു. ബാക്കി കാണാം, സൂക്ഷിച്ച് കണ്ടോണേ. കണ്ട എന്തോ എടുത്ത ഇത് ആ ഷോളിനകത്ത് പൊതിഞ്ഞു വെച്ചോണ്ടാണെന്ന് തോന്നുന്നു വന്നത്. എടുത്ത് എന്തോ ഒന്ന് കൊടുത്തു. ഒന്നുകൂടെ വെക്കാം. കണ്ട പൈസ കൊടുത്തിട്ട് ഓടി, ചേച്ചി ഓടി. ഇത് കോൺഗ്രസ്സുകാർ വീഡിയോ എടുത്തോണ്ടിരിക്കുകയാണ്. കോൺഗ്രസ്സുകാർ പോയിട്ട് അമ്മാമ്മയുടെ കയ്യിൽ നിന്ന് പൈസയുടെ വീഡിയോയും എടുത്തിട്ടുണ്ട്. കണ്ട കൈ വെച്ചോണ്ടിരിക്കുന്നത്. ഈ വെള്ള ചുരിദാറിട്ട മുല്ലപ്പൂ തലയിൽ വെച്ച ചേച്ചിയാണ് പൈസ കൊടുത്തത്. ചേച്ചി നടന്നങ്ങ് പോവാണ്. ചേച്ചിയെ ഇനി പിന്നെ കാണാൻ പറ്റത്തില്ല. ഇനി ഇലക്ഷൻ കഴിയുന്നത് വരെ ചേച്ചി ഇനി പൂമുഖത്തുണ്ടോ എന്നൊരു സംശയിക്കേണ്ട അവസ്ഥയിലാണ് ഇപ്പൊ എത്തി നിൽക്കുന്നത്. ഈ ശോഭാ സുരേന്ദ്രൻ എന്ന് പറഞ്ഞ് എഴുതിയേക്കുന്ന കാറിന്റെ അടുത്തോട്ടാണ് പോകുന്നത്. ഇവര് ഈ ഫ്രണ്ടിൽ കിടക്കുന്ന വൈറ്റ് ഇന്നോവയിലാണ് നമ്മുടെ ശോഭേച്ചി ഉള്ളത്. അങ്ങോട്ടാണ് ഈ ചേച്ചി വെച്ച് നടക്കുന്നത്. അങ്ങനെ നമ്മുടെ കോൺഗ്രസ്സുകാർ വീഡിയോ എടുത്ത വേട്ടന്മാര് വന്നിട്ട് ചോദിക്കാൻ ശോഭേച്ചി എടുത്ത് ചോദിക്കുമ്പോ തന്നെ ശോഭേച്ചി അങ്ങ് ട്രിഗർ ആവും. നോക്കിക്കോണേ. ചേച്ചി അവിടെ ഒന്ന് രണ്ട് വീട്ടിൽ ആ വീട്ടിൽ പൈസ കൊടുത്ത് അങ്ങനെ പൈസ കൊടുക്കുന്ന മോശം. നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചായിരുന്നല്ലോ, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡയലോഗാണ് ഇപ്പൊ പറഞ്ഞത്. കേട്ടില്ലെങ്കിൽ ഒന്നുകൂടെ ഞാൻ പിന്നെ വെച്ച് തരാം. ഈ കുട്ടിയുടെ വല്യമ്മയാണ് അതെന്ന്. പൈസ കൊടുത്തത് കണ്ടെന്ന് പറഞ്ഞപ്പോൾ ഈ കുട്ടിയുടെ വല്യമ്മയാണ് അതെന്ന്. ബാക്കി കേൾക്കാം. കാൻഡിഡേറ്റിൽ പോയിട്ട് പൈസ കൊടുക്കുന്ന മോശം. ട്രിഗറായി ഒന്നും പറഞ്ഞില്ല. ശോഭേച്ചി പൈസ കൊടുക്കുന്ന കണ്ടു എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ചേച്ചി അങ്ങ് ട്രിഗറായി. പിടിച്ചാ കണ്ടെന്ന് മനസ്സിലാക്കിയപ്പോഴത്തേക്ക് ഇനി വേറെ രക്ഷയില്ല. ഇനി ഇവിടെ നടക്കാൻ പോകുന്നത് പൂരമാണ് ഗൈസ്. പൂരം എനിക്ക് മനസ്സിലായില്ല, ആ ഭാഷ എനിക്ക് മനസ്സിലായില്ല. എന്റെ മൊബൈലല്ലേ, നിങ്ങൾ അതിനോട് സംസാരിച്ചാ പോരെ. ഇറങ്ങി ശോഭേച്ചി ഇറങ്ങി. വീഡിയോ എടുക്കുന്നുണ്ട്. വീഡിയോ എടുത്ത തെളിവാണല്ലോ. അതെങ്ങനെയെങ്കിലും അത് ഇല്ലാതാക്കണം. ഈ ഇപ്പൊ ഒരാളെ കണ്ടുപിടിരിക്കുന്ന ഈ ചേച്ചിയാണ് നേരത്തെ പൈസ കൊടുത്തിട്ട് ഇങ്ങോട്ട് ഇറങ്ങിയത്. ആ ചേച്ചി കാറിന്റെ ബാക്ക് സൈഡ് ഇരിപ്പുണ്ട്. നിങ്ങൾ കണ്ടല്ലോ, വ്യക്തമായി കണ്ടല്ലോ, ഫോണും പിടിച്ചോണ്ടിരിക്കുന്നത്. ചേച്ചിയുടെ പോലെ മുല്ലപ്പൂ ഉണ്ട്, കണ്ടല്ലോ. അവരിറങ്ങാൻ വേണ്ടി പോയ സമയത്ത് ശോഭേച്ചി ഇപ്പുറത്തോടെ വന്നിട്ട് അവരെ അങ്ങ് അകത്തിരുത്തും. അവരെ ഇറക്കൂല. ബാക്കി എല്ലാവരും ഇറങ്ങും, പക്ഷെ അവര് മാത്രം ഇറങ്ങൂല. ഞങ്ങളുടെ വാർഡല്ലേ,
ഡോറങ്ങ് അടച്ച്. അവരെ ഇറക്കത്തില്ല, ബാക്കി എല്ലാവരും ഇറക്കും. നോട്ട് ദ പോയിന്റ്, ശോഭേച്ചിയുടെ തലയിലും മുല്ലപ്പൂ ഉണ്ട്. ഓക്കെ, മുല്ലപ്പൂ ഒരു കണക്ഷനാണ്, ഇവര് തമ്മിലുള്ള ഒരു കണക്ഷനാണ് മുല്ലപ്പൂ. എവിടെ നിങ്ങളുടെ തേങ്ങയിലെ നിങ്ങൾ ചെയ്തോളൂ. നിങ്ങൾ എന്താ എന്റെ മൊബൈലിൽ എന്റെ മൊബൈലിലേക്ക് നിങ്ങളെന്താ വിചാരിച്ചു? അതിലൊന്നും വേണ്ട. എന്റെ മൊബൈലിൽ ഭീഷണി അടിച്ചതിന്റെ കരണക്കുറ്റി പൊട്ടിക്കും, എന്റെ ഫോട്ടോ എടുക്കുന്ന ആരാണെന്ന്. ബ്ലെയിം ഷിഫ്റ്റ് ചെയ്യുക, മനസ്സിലായ? ഈ വീഡിയോ എടുക്കുന്നതിന്റെ തലയിലോട്ട് കുറ്റിയിടാൻ വേണ്ടി നോക്കുകയാണ്. ഇത് സാധാരണ എല്ലാവരും ചെയ്യുന്ന ഒരു പരിപാടിയാണ്. ഇനി കുറച്ച് കഴിയുമ്പോൾ ജെൻഡർ കാർഡ് ഇറക്കും. നോട്ട് ദ പോയിന്റ്, ശോഭേച്ചിയുടെ തലയിലും മുല്ലപ്പൂ ഉണ്ട് കേട്ടോ, മറ്റേ ചേച്ചിയുടെ തലയിലും മുല്ലപ്പൂ ഉണ്ട്. കാറിന്റെ ബാക്കി ഇരിക്കുന്നതും കണ്ടതാണ്. ബഹുമാനത്തോട് ഒരു കാരണമാണ്. എന്റെ അനുവാദം ഇല്ലാതെ ഫോട്ടോ എടുക്കുന്നത്. അപ്പൊ ഈ ചാനലുകാരും മീഡിയക്കാരൊക്കെ നിങ്ങളുടെ അനുവാദം ചോദിച്ചിട്ടാണല്ലോ നിങ്ങളുടെ വീഡിയോ ഒക്കെ എടുത്ത് ചാനലിൽ ഇടുന്നത്. അവൻ വീഡിയോ എടുത്തോളൂ, നിങ്ങൾ ഭീഷണിയാണ്, ഇത് ഭീഷണിയാണ്, അടിച്ച് പൊട്ടിക്കുമെന്നൊക്കെ പറഞ്ഞ് ഭീഷണിയാണ് ചെയ്തോണ്ടിരിക്കുന്നത്. എന്റെ മൊബൈൽ ബഹുമാനം നമ്മൾ അങ്ങേയറ്റം ബഹുമാനമുള്ളതാണ്. അല്ല, നിങ്ങൾ ആദ്യം പറഞ്ഞിട്ട് എന്റെ മൊബൈൽ തട്ടിപ്പറിക്കാൻ നോക്കുക. അങ്ങനെ മൊബൈലാക്കുന്ന കാര്യമൊന്നുമില്ല. ജെൻഡർ കാർഡ് ഫ്രണ്ടിൽ ഒരു സ്ത്രീ ഇരിപ്പുണ്ട്. അല്ല, നിങ്ങളൊരു ലേഡി അല്ലേ, നിങ്ങളുടെ വീഡിയോ എടുക്കാൻ മനസ്സിലായി, ആ ഒരു ലൈൻ പോലെ മനസ്സിലായി. ജെൻഡർ കാർഡ് ചേച്ചിക്ക് ഇറക്കാൻ പറ്റുന്ന എല്ലാ കാർഡുകളും ചേച്ചിയോട് ഇറക്കി. കാര്യം എന്ന് പറഞ്ഞാൽ സീരിയസ് സാധനമാണ്. ഈ ഐറ്റം പുറത്തു പോയി കഴിഞ്ഞാൽ പെടും, എടുത്ത് വെളിയിൽ കളയും, മത്സരിക്കാൻ പറ്റത്തില്ല. പിടികിട്ടിയോ? നിങ്ങളടുത്ത് പറയാം, ഇവൻ എങ്ങനെ എന്റെ ഫോട്ടോ എടുക്കും പറയും. നിങ്ങളുടെ ഫോട്ടോ എടുക്കണ്ടല്ലോ, വീഡിയോ അതെങ്ങനെ നിങ്ങളുടെ ഫോട്ടോ എടുക്കുന്നത്? നിങ്ങൾ എന്നിട്ട് വന്നിട്ട് ഇല്ലല്ലോ, നിങ്ങൾ ആദ്യം ഉണ്ടെന്താ മൊബൈൽ തട്ടിപ്പറിക്കാൻ നോക്കി. നിങ്ങൾ പൈസ കൊടുക്കുന്നതല്ലേ ചോദിക്കുന്നത്? അല്ല, നിങ്ങളിപ്പോ അതിനോട് സംസാരിക്കും. നിങ്ങൾ ചെയ്തോളി, നിങ്ങൾ എന്താ നിങ്ങൾ ചെയ്തോളി. ആയിക്കോട്ടെ. കണ്ടല്ലോ, അവര് വളരെ സൗമ്യമായിട്ട് വന്ന് ചേച്ചി എന്ന് വിളിച്ചിട്ടാണ് ചോദിക്കുന്നത്. അപ്പോഴത്തേക്ക് ചേച്ചി ട്രിഗറായി ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കി. ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് എന്തിനാണ്? അവരുടെ തെറ്റ് കണ്ടുപിടിച്ചെന്ന് മനസ്സിലായപ്പോഴത്തേക്ക് അവിടെ വേറൊരു ഇഷ്യൂ ഉണ്ടാക്കണം. ആ ഇഷ്യൂ ഉണ്ടാക്കി അത് വഴിതിരിക്കണം. ഇതാണ് അവര് അവിടെ ചെയ്യാൻ ശ്രമിച്ചത്. പക്ഷെ നടന്നില്ല. ഈ ഐറ്റം കോൺഗ്രസ്സുകാരാണ് പിടിച്ചത്, അവര് പുറത്തു വിട്ടു. എന്താണെങ്കിലും ഇപ്പം ഇത് വന്നിട്ടുണ്ട്. ചേച്ചി പെടുവെന്നാണ് എന്റെ ബലമായ സംശയം. പാലക്കാട്ടെ ആ പണം കൈമാറ്റത്തിൽ കർശന നടപടിക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശം നൽകിയിരിക്കുന്നു. കേസെടുക്കാൻ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ കേൽക്കർ പോലീസിന് നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. ജില്ലാ കളക്ടറുടെ റിപ്പോർട്ട് അടിസ്ഥാനമാക്കിക്കൊണ്ടാണ് നിർദ്ദേശം. അപ്പം കേസെടുത്തിട്ടുണ്ട്. മിക്കവാറും തെളിവുകൾ മൊത്തം ഇവർക്ക് എഗനിസ്റ്റാണ്. ഇവര് പറയുന്ന കള്ളത്തരം മൊത്തം പൊളിഞ്ഞ്. ഇനി ഈ പൈസ കൊടുത്ത അമ്മുമ്മയുടെ കുറച്ച് കാര്യങ്ങളുണ്ട്, അമ്മും പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതുകൂടെ നമുക്ക് കേട്ടിട്ട് ശോഭേച്ചിയുടെ കള്ളത്തിലോട്ട് വരാം. ശോഭേച്ചി എന്ന് പറഞ്ഞ പെരുങ്കള്ളി. അയ്യോ, മറ്റേ ചേച്ചിയെ നമുക്ക് അറിയത്തില്ല, നിഴലാണെന്നൊക്കെയാണ് പറയുന്നത്. അയ്യോ, അത് നിഴലായിരുന്നു, വെള്ളച്ചുരിദാറിട്ട നിഴല്. ഇനി ഈ പൈസ മേടിച്ച അമ്മാമ അത് കാണാം. അമ്മാമ ആദ്യം കൊടുത്തു എന്ന് പറയുന്നുണ്ട്. ഒന്ന് ശ്രദ്ധിച്ചു കേട്ടോ. മരുന്ന് വാങ്ങാൻ പൈസ കൊടുത്തു. മരുന്ന് വാങ്ങാൻ പൈസ കൊടുത്തു എന്നാണ് പറയുന്നത്. ഒരു മാസം മരുന്ന് വാങ്ങാൻ 5000 എനിക്ക് വേണം. ആര് വോട്ട് ചെയ്യാൻ വന്നാൽ പൈസ തരണം പറഞ്ഞു. മരുന്ന് വാങ്ങാൻ പൈസ വേണം പറഞ്ഞു. ഞാൻ പറഞ്ഞു. ഞാൻ എല്ലാവരും പറഞ്ഞു. പൈസ തന്നുള്ളൂ. പൈസ അല്ല, എനിക്ക് മരുന്ന് വാങ്ങാൻ പണിക്കും പോകണില്ല. മരുന്ന് വാങ്ങാൻ പൈസ ഇല്ല. ഒരു മാസം 5000 വേണം മരുന്നിന്. പൈസ വേണം പറഞ്ഞു. തന്നല്ലേ ചോദിച്ചു തരാൻ പറഞ്ഞു. പെൻഷൻ തന്ന പൈസ പെൻഷൻ തന്ന പണമുണ്ട് എന്റെ കയ്യിൽ. അല്ലാതെ അവരൊന്നും തന്നില്ലേ? 4000 ഉണ്ട്. അതല്ല, ആ ശോഭ ഇല്ല തരാ പറഞ്ഞു. അവർ വന്നാ തരാ പറഞ്ഞു.
അപ്പം അമ്മാമ്മ പറയുന്നത് പൈസ ചോദിച്ചു, തരാൻ പറഞ്ഞു എന്നാണ് പറഞ്ഞത്, തന്നു എന്ന് പറയുന്നില്ല, അത് മാറ്റി പറയുന്നുണ്ട്. അടുത്ത് മകൻ നിൽപ്പുണ്ട്, അതുകൊണ്ടാണ്. അവനൊന്ന് മാറിയിരുന്നായിരുന്നെ പുള്ളിക്കാരത്തി മൊത്തം ഞാൻ പറഞ്ഞേനെ. എന്നിട്ട് പിന്നെ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പെൻഷൻ കിട്ടിയ 4000 രൂപ ഉണ്ടെന്ന്. പിന്നെ ഈ സമയത്ത് പെൻഷൻ ആരെങ്കിലും കൊടുക്കുന്നുണ്ടോ എന്നുള്ള കാര്യം ഒന്ന് അന്വേഷിക്കേണ്ടതായിട്ടുണ്ട്. സാധാരണ പെൻഷൻ 1600-2000 രൂപയാണ്. 2 മാസം കൂട്ടിയിരിക്കുന്ന സമയത്തൊക്കെ വരുവാണെങ്കിൽ ചിലപ്പോൾ 4000 രൂപ ഒരുമിച്ച് കിട്ടാറുണ്ട്. അതുകൊണ്ട് 4000ത്തിന് കണക്ക് അവർക്ക് പറയാം, ഓക്കെ പെൻഷൻ്റെതാണ്. പക്ഷെ 5000 ആണെങ്കിൽ പെട്ടെന്നെ 5000 രൂപ എന്താണെങ്കിലും പെൻഷന് കിട്ടത്തില്ല, മനസ്സിലായോ? ഒന്നെങ്കിൽ 1600 ഗുണിതം അല്ലെങ്കിൽ 2000 ഗുണിതം, ഇതൊക്കെ പെൻഷന് കിട്ടത്തുള്ളൂ. ഇപ്പൊ 4000 എന്ന് കൃത്യമായിട്ട് പുള്ളിക്കാരന് പറയുന്നുണ്ട്. ഇത് തൊട്ടടുത്തിരിക്കുന്ന മക്കള് പറഞ്ഞ് പഠിപ്പിച്ചതാവാനാണ് സാധ്യത. മോൻ ഇടയ്ക്ക് കയറി പറഞ്ഞ കേട്ടാ, അവരെന്താണ് കൈവച്ച് തന്നെ ചോദിച്ചപ്പോഴത്തേക്ക് മോൻ ഇടയ്ക്കൂടെ കയറി അത് അവര് കൈ കൊടുത്തതാണ്. അവനങ്ങ് പറയുവാണ്, മനസ്സിലായ? ബാഗിൽ നിന്ന് തരുന്നത് ഈ ബാഗിൽ നിന്ന് എടുത്ത് തരുന്നത് ഈ ബാഗിൽ നിന്ന് എടുത്ത് തന്നത് ശരി ഉള്ളിപ്പൊക്കമാ. ശരി 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 5 മാസമായി കറക്കണം. അപ്പൊ പൈസ കിട്ടിയില്ല? അവരോട് അമ്മ പൈസ ചോദിച്ചു അല്ലേ? തരാൻ പറഞ്ഞു. ഇനി പറഞ്ഞു തരാൻ പറഞ്ഞു. ഒരു 2 മിനിറ്റോടെ ഒന്ന് നിർബന്ധിച്ചിരുന്നെങ്കിൽ അമ്മാമ എല്ലാം പറഞ്ഞേനെ. എനിക്കൊന്ന് മകനത് മനസ്സിലായെന്ന് തോന്നുന്നു. മകനാണോ എന്തോ അടുത്ത് നിൽക്കുന്നത്. പുള്ളിക്കാരൻ എന്തായാലും മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് അപ്പോഴേ അമ്മാമ കയറിപ്പോക്കോ എന്നും പറഞ്ഞ് അകത്തോട്ട് തള്ളിയങ്ങി വിട്ടിട്ടുണ്ട്. ഇനി അണ്ണന്മാരാണ് സംസാരിക്കുന്നത്. ഇവന്മാരെല്ലാവരും ഉറപ്പായിട്ടും പുള്ളിക്കാരത്തെ ഉള്ളതൊക്കെ വിളിച്ച് പറഞ്ഞേരെ. പിന്നെ തൊട്ട വീടാണ്. ഈ വീട് ഒന്ന് പരിസരം കൂടി ഒന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക, എന്നിട്ട് നിങ്ങൾ റിപ്പോർട്ട് കൊടുക്കുക എന്താണെന്ന് പറഞ്ഞു. ഇവിടെ അമ്മേന്റെ അവസ്ഥ കണ്ടില്ലേ? നിങ്ങൾക്കും ഇല്ലേ ഇതുമാതിരിയുള്ള? ആര് കൊടുക്കും? വീടിൽ കൊടുത്ത വീട് ഇല്ല, കൊടുത്തിട്ടില്ല, തീർച്ചയായിട്ടും ഇല്ല. ഇല്ല ഇല്ല, അയ്യ അമ്മന്റെ പൈസ ആയിരിക്കും. അമ്മന്റെ പൈസ ആയിരിക്കും. ഏതമ്മയാടേ അത്? ഇത്രയും പ്രായമുള്ള ഏതമ്മയാണ് കയ്യില് പൈസയും വെച്ചോണ്ട് വീട്ടിൽ നിൽക്കുന്നത്? പറയുന്നതിന്റെ ഒരു ലോജിക്ക് വേണ്ട മോനെ. അതായ അമ്മന്റെ പൈസ, പെൻഷൻ കിട്ടിയ പൈസയാണ് പറഞ്ഞില്ലേ? ശോഭാ സുരേന്ദ്രന്റെ കൂട്ടിരിക്കുന്ന ചേച്ചിയല്ലയോ പെൻഷനുമായിട്ട് വരുന്നത്? പെൻഷന്റെ പൈസ കിട്ടിയായിരുന്നു ഇവന്മാരെപ്പ ഇസ്കിട്ട് പോയെന്ന് ചോദിച്ചാൽ മതി. അല്ല, ഇന്നിവിടെ പെൻഷൻ വിതരണം നടന്നു. അതല്ല ഞാൻ പറഞ്ഞത്, ഒരാൾ പെൻഷൻ വിതരണം കണ്ണാടി പോക്കറ്റിലിട്ട് നടക്കാൻ പറ്റില്ലേ? പൈസ ഒരു പോക്കറ്റിലിട്ട് പൈസ ഇട്ട് നടക്കാൻ പോക്കറ്റിലല്ലേ നടക്കും? അമ്മാമയ്ക്ക് എവിടെ പോക്കറ്റ്? ഇവൻ വെറും ഒരു ഇതായി പോയല്ലോ. അതെ അതെ തന്നിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് പിന്നെ എന്താണത്? തന്നിട്ടില്ലെന്ന് പറഞ്ഞ എല്ലാം ആയ യവന്മാരുടെ സംസാരം കേട്ടോ? നിങ്ങൾ കേൾക്കുമ്പോ തന്നെ മനസ്സിലാവും കൊള്ളത്തിലോ മൊത്തം പറയുന്നത്. കൈ കൊടുക്കുന്നതാണ് അമ്മന്റെ കയ്യിലുള്ള പൈസയാണ്. ഞാൻ ഒരു മിനിറ്റ് പറയാം. ഈ പൈസ വന്നിട്ട് അമ്മന്റെ മടിയിൽ ഉണ്ടായിരുന്നത് ഇവിടെയുള്ള വിനീഷ് ചേട്ടൻ ഇവര് പോയി എടുത്തിട്ട് ഇതാ പൈസ എന്ന് പറഞ്ഞിട്ട് ഇവര് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. ഇതാണ് ഉള്ളത്. അതിന് നമ്മളെ മടി വന്നിട്ട് പോക്കറ്റ് ഒന്നും ഇല്ലല്ലോ. അമ്മന്റെ മടിയിൽ ഇവിടെ പൈസ ഉണ്ടായിരുന്നു. അല്ല, അന്നേരം നീമാർ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ പ്രതികരിക്കാൻ പാടില്ലായിരുന്ന അത് അവരുടെ പൈസയാണെന്ന്? അന്നേരം വീഡിയോ എടുത്തിട്ട് പോയതിനു ശേഷം ഇപ്പൊ മീഡിയക്കാർ വന്നപ്പോഴാണ് പറയുന്നത്. ഇവരെടുത്തത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ആ പൈസ കണ്ട എടുത്തത് കണ്ടിട്ടുണ്ടായിരുന്നു. അന്നേരം ഒന്നും ചോദിച്ചില്ല, ഇത് എന്തിനാണ് പൈസ എടുക്കുന്നത്, അല്ല എന്തിനാണ് വീഡിയോ എടുക്കുന്നത്, ഇത് ആര് തന്ന പൈസയാണ്, എപ്പോൾ തന്ന പൈസയാണ്, ഒന്നും. അവരെനിക്ക് ഒന്ന് ആ ഒരു വീഡിയോ ഭാഗം കുറച്ച് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് പറയുന്ന കാര്യങ്ങളൊന്നും ക്ലിയർ അല്ല, ഇടയ്ക്ക് പറയുന്ന കാര്യങ്ങളൊന്നും വെച്ചിട്ടില്ല. അത് കട്ട് ചെയ്യാത്ത ആ വീഡിയോ ഫുള്ള് നിങ്ങൾ പുറത്തു വിടണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇതിങ്ങനെ ആവർത്തിക്കരുത് എന്ന് ആ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടാണ് അവർ പോകുന്നത്. അന്നേരം എനിക്ക് തോന്നുന്നു ഈ പുള്ളി അടുത്തിപ്പുണ്ട്. അന്നേരം ഒന്നും അവന് പണയണ്ടേ? ഇവരെടുത്തിട്ട് വീഡിയോ എടുത്തിട്ട് ഇതാക്കി വിട്ടത്. ശരി ഓക്കെ. ഒരേ ഒരു സംശയം ചേച്ചി വന്ന ഞാൻ പറയാം. ആ ചേച്ചി ആര് പറഞ്ഞു? ഇല്ല, നിങ്ങളുടെ വീഡിയോയിൽ തന്നെ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ മതി. ഇയാളിപ്പോ ഇതിന്റെ കീഴിക്കൊണ്ട് എടുത്തു വന്ന് താഴേന്ന് പൊങ്ങി വന്നോ? ഇപ്പൊ മുളച്ചാണെന്ന് തോന്നല്ലോ. ശരി നിങ്ങൾ കള്ളത്തരം പറയുന്നതിനകത്ത് പോലും ഒരു കോൺഫിഡൻസ് ഇല്ല. അതിനകത്ത് തന്നെ പോയി കേട്ടാൽ തന്നെ ഇറങ്ങി ഉടായ്പാണെന്ന്. എന്നിട്ടും കിടന്നങ്ങ് മെഴുകുക. ഇവന്മാര് മക്കളാണ്, എനിക്ക് മനസ്സിലാവുന്നില്ല. മക്കളാണ്. എനിക്കൊരു കാര്യം ചോദിക്കണം, നിനക്കൊന്നും നാണമില്ലടാ ഈ പാവപ്പെട്ട ആ അമ്മൂമ്മയെ വെച്ചിട്ട് പൈസ മേടിക്കാൻ വേണ്ടിയിട്ട്? നിനക്കൊക്കെ വേണമെങ്കിൽ നീയൊക്കെ പോയി മേടിച്ചുകൂടി? ഇവനും കാണുമല്ലോ ഓട്ടൊക്കെ, അതിന് മേടിക്ക്. ഈ പ്രായം ചെന്ന സ്ത്രീയെ കൊണ്ടാണോ പൈസ മേടിപ്പിക്കുന്നത്? ഇനിയാണ് നമ്മുടെ ശോഭേച്ചിയുടെ എക്സ്പ്ലനേഷൻ. ശോഭേച്ചിക്ക് ഇതിനകത്ത് എന്താണ് പറയാനുള്ളത് നിങ്ങളൊന്ന് കേൾക്കണം. ഇത് കൊല കോമഡിയാണ്. ഈ സ്ത്രീ ആരാണ്?
സ്വന്തം കാറി വന്ന ആ സ്ത്രീ അറിയത്തില്ല, ഇതാരാണ് എനിക്കറിയത്തില്ല. അവിടെ ഇല്ലല്ലോ. ഞാനും പ്രമിള ആ സ്ത്രീ എന്തുകൊണ്ടാണ് കാറിൽ കാണുന്ന ഭാഗം നിങ്ങൾ കാണിക്കാത്തത്? എന്റെ കാറിലാണോ അവര് വന്നത്? ഇല്ല. അത് എന്തുകൊണ്ടാണ്? അപ്പൊ നിങ്ങൾ തെറ്റിദ്ധാരണ പരത്തുന്ന രീതിയിൽ കോൺഗ്രസും എന്തെങ്കിലും ഒരു ഗ്യാപ്പ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ തെറ്റിദ്ധാരണ കോൺഗ്രസ് UDF LDF പിടിച്ചെല്ലായിടും. എന്റെ കാറിൽ ആ സ്ത്രീ കയറുന്ന വിഷയം നിങ്ങളുടെ കയ്യിലുണ്ടോ? നിങ്ങളുടെ കൂടെ 5 or 6 കാറുകളുണ്ട്. എന്റെ സുഹൃത്തെ, ചേച്ചി ഒരു മിനിറ്റ്. ഈ ദൃശ്യങ്ങളിലുള്ള ഈ കാറിൽ ബാക്ക് സീറ്റിൽ ഇരിക്കുന്നത് ആരാണ്? വെള്ള ചുരിദാർ ഇട്ട ഒരു സ്ത്രീ ഈ കാറിലുണ്ട്. കാണിക്കൂ, പുറത്ത് കാണിക്കൂ. ഇതിലൊരു വെള്ള ചുരിദാർ ഇട്ട ഒരു സ്ത്രീ ഇരിക്കുന്നത്. നിങ്ങൾ എന്തുകൊണ്ട് ഈ ദൃശ്യം വ്യാജമാണോ? ഈ ദൃശ്യം ഇനി ആണെന്നൊന്നും പറഞ്ഞേക്കല്ല. ഇല്ല, ആ കാറിന് അങ്ങനെ ആളില്ല, അത് നിഴലാണ്. എന്റെ കാറിനകത്ത് ഇന്നത്തെ ദിവസം ഈ പ്രമിള ചേച്ചിയും ഞാനും അല്ലാതെ എന്റെ കാറിൽ ഒരാളുമില്ലല്ലോ. ആ വ്യക്തമായി കാണാനകത്ത് 3 പേരുണ്ടായിരുന്നു. ഒരു വെള്ള ചുരിദാറിന്റെ ചേച്ചി, പിന്നെ ഇവര്, പിന്നെ വേറൊരു ചുവന്ന സാരി കൊടുത്ത ചേച്ചി. അതാണ് ഞാൻ പറഞ്ഞത്. അതാണ് എന്റെ പൊന്നി ചേച്ചി, ഇങ്ങനെ നടന്ന് ഉരുളല്ലേ ചേച്ചി. ഇങ്ങനെ നടന്ന് ഉരുണ്ട് കഴിഞ്ഞാൽ പിന്നെ റോഡ് പണിക്കാർ പിടിച്ചോണ്ടു റോഡ് റോളറിന് വരും. ആ രീതിയിൽ ചേച്ചി നടന്ന് ഉരുളുന്നുണ്ട്. അല്ല, അവര് വീഡിയോ എടുക്കാൻ വന്ന സമയത്ത് ചേച്ചി ആദ്യം പറഞ്ഞ ഒരു ഡയലോഗ് ഞാൻ ഒന്നുകൂടെ കേൾപ്പിക്കാം. ചേച്ചി അവിടെ 1-2 വീട്ടിൽ ആ വീട്ടിൽ പൈസ കൊടുത്ത് അങ്ങനെ പൈസ കൊടുക്കുന്ന മോശം. ഈ കുട്ടിയുടെ വല്യമ്മ, അത് നിങ്ങൾ കേട്ടില്ലേ പറഞ്ഞത്? ഏത് കുട്ടിയുടെ വല്യമ്മ? എന്നെ വിളിക്ക്, പ്രശ്നം സോൾവ് ആവും. വല്യമ്മയാണെങ്കിൽ ഒന്നുകൂടെ കേൾപ്പിക്കാം കേട്ടോ. ഇപ്പം വല്യമ്മയും ഇല്ല, കുഞ്ഞമ്മയും ഇല്ല, ഒരു അമ്മൂമ്മയും ഇല്ല. നേരത്തെ ചോദിച്ചപ്പോ ഈ കുട്ടിയുടെ വല്യമ്മയാണ്. എന്നിട്ട് പിന്നീടാണ് ട്രിഗർ ആയത്. കയ്യിൽ നിന്ന് പോയപ്പോഴത്തേക്ക് ട്രിഗറായി. ഇവിടെ കിട്ടിയോ? എന്തൊരു കള്ളത്തരവാ ചേച്ചി ഇങ്ങനെ പറയുന്നത്. കല്ലി പച്ച ശോഭ. അവരിപ്പോഴേ ഒളിവിൽ പോയി കാണും. അവരെ ഇനി പൊങ്ങത്തില്ല. ഇലക്ഷൻ കഴിഞ്ഞ് റിസൾട്ടും വന്ന് കുറെ കാലം കഴിഞ്ഞിട്ടേ മിക്കവാറും അവര് പൊങ്ങത്തോള്. ഉടനെ ഒന്നും പൊങ്ങൂല. ക്യാമറയുടെ മുന്നിൽ ഉടനെ ഒന്നും വരൂല. ഇനി ആ സ്ത്രീ എന്റെ കാറിൽ ഇരിക്കും. നോക്കൂ, ഞാൻ പറയട്ടെ, എന്റെ കാറിൽ ഇരിക്കുന്നതിന്റെ മുഖം മാത്രമില്ല, അമ്മയുടെ മുഖമുണ്ട്. ആണ്ടേ ചേച്ചിയുടെ കാറിൽ ഇരിക്കുന്ന, ചേച്ചിയുടെ കാറിൽ ഇരുന്ന് ഫോൺ ചെയ്യുന്ന സ്ത്രീക്ക് മുഖം. ഇത്രയും മതിയോ ചേച്ചി? മുഖം ഇത്രയും മതിയോ? എന്റെ കാറിൽ ഇരിക്കുന്നതിന്റെ മുഖം മാത്രമില്ല, അമ്മയുടെ അരികിലേക്ക് നടന്നു പോകുന്ന മുഖമുണ്ട്. അല്ലല്ല, അതിൽ കാണുന്നില്ല. നിങ്ങൾ അതിന് കേരളത്തിലെ, ഞാൻ പറയട്ടെ, പോലീസ് മീഡിയ 1ന്റെ റിപ്പോർട്ടറെ ചോദ്യം ചെയ്യണം. റിപ്പോർട്ടറെ ചോദ്യം ചെയ്യണമെന്ന് ഞാൻ അല്ലല്ല ആദ്യം ഞാൻ പറയട്ടെ, ഡൈവേർട്ട് ചെയ്ത്, സാധനം ഡൈവേർട്ട് ചെയ്ത് മീഡിയ 1ന്റെ തലയിലിട്ട് കൊടുത്ത് മീഡിയ 1 അടിച്ചിറക്കിയതാണെന്ന് പറഞ്ഞിട്ട് സമ്മതിക്കണം കേട്ടാ. ഇതാണ് ഗായ്സ് പൊളിറ്റീഷ്യൻ. ഇതാണ്. ചേച്ചിയുടെ കാറിലാണ് അവരിരുന്നത്. 2 പേരുടെയും തലയിൽ മുല്ലപ്പൂ വരെ സെയിം. എന്നിട്ട് ഇങ്ങനെ കള്ളത്തരം പറയാ പോലെ ചേച്ചി. പാവം സിമി ചേച്ചി വിഷമിക്കത്തില്ലയോ? അവരറിയത്തില്ലെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവര് തല്ലിക്കൊന്ന് സമ്മതിക്കൂല. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, സമ്മതിച്ചു കഴിഞ്ഞാൽ തീർന്ന്. അവരെ അറിയാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധനം തെളിഞ്ഞു കഴിഞ്ഞാൽ ഇവർ ഔട്ടാണ്. ഇവർക്ക് പിന്നെ മത്സരിക്കാൻ പറ്റൂല. വെള്ള ചുരിദാറിട്ട സ്ത്രീ വെള്ള ചുരിദാറിട്ട ഒരാളും എന്റെ കാറിലില്ല. ആരുമില്ല ഗൈസ്. ആണെന്നൊന്നും പറഞ്ഞേക്കല്ലേ എന്റെ പൊന്നെ. ഇനി ഏയുടെ തലയിൽ ഇട്ടിട്ട് കൊടുക്കത്. അത് നിങ്ങൾ വെച്ച് അവരെ ഉണ്ടാക്കിയതാണെന്ന് പറയല്ലേ. അതിനുള്ള ബുദ്ധിയൊന്നും ഇല്ലെന്ന് തോന്നുന്നു. ഇപ്പൊ അതുകൊണ്ട് നിഴലാണെന്നൊക്കെയാണ് പുള്ളിക്കാരത്തി പറയുന്നത്. കാറിൽ കയറുന്നുണ്ടോ? ആ സ്ത്രീ കാറിൽ കയറുന്നുണ്ടോ? അത് കാണിക്കൂ. ഈ കാറിലേക്ക് എവിടെ കയറുന്നു? അല്ല, ആ സ്ത്രീയുടെ മുഖം എവിടെ? പറയൂ. ഒന്ന് കാണിക്കൂ. ഈ കാണുന്ന നിങ്ങൾക്ക് സുഹൃത്തെ, ഇതിൽ ഒരു നിഴലാണ്. ഒരു നിഴല് വെള്ള ചുരിദാറിട്ട് തലയിൽ മുല്ലപ്പൂ വെച്ച് ഏത് നിഴല്? BJPയുടെ നിഴലേക്ക് ഇങ്ങനെയാണോ? BJPക്കാരുടെ മുല്ലപ്പൂ ഒക്കെ വെച്ച് വെള്ള ചുരിദാറിട്ടാണോ നിഴല് വരുന്നത്? എന്റെ കാര്യം ഇപ്പൊ പരിശോധിക്കണോ നിങ്ങളത്? എന്തൊക്കെയാണ് ഇവര് വിളിച്ചു പറയുന്നത്? പിന്നെ കാറിനകത്ത് കെട്ടിത്തൂക്കിയിട്ടേക്കുന്ന പട്ടിക്കുട്ടിയല്ല അവിടെ ചെന്ന് പരിശോധിക്കുമ്പോ അവിടെ കാണാൻ വേണ്ടിട്ട്. എന്റെ പൊന്നേ ശോഭ ചേച്ചി സമ്മതിക്കണം കേട്ടാ. എങ്ങനെ തൊലിക്കട്ടിയാണ് ഇവർക്ക്. എന്താണെങ്കിലും ആളെ പൊക്കിയിട്ടുണ്ട്. ചേച്ചി
BJPയുടെ പ്രവർത്തകയാണ്, സജീവമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന പ്രവർത്തകയാണ്. സിമി എന്നാണ് ചേച്ചിയുടെ പേര്. വാർത്ത വന്നിട്ടുണ്ട്, കാണാം. പാലക്കാട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുത്ത ശോഭാ സുരേന്ദ്രന്റെ പ്രചാരണ പരിപാടിയിലും വയോധികയ്ക്ക് പണം നൽകിയ സിമി സജീവ് പങ്കെടുത്തു. മാർച്ച് 29 നടന്ന പരിപാടിയിൽ BJP നേതാക്കൾക്കൊപ്പം സിമി പങ്കെടുക്കുന്ന ഫോട്ടോകൾ കോൺഗ്രസ് പുറത്തുവിട്ടു. ഈ സിമി സജീവ പ്രവർത്തകയാണ് BJPയുടെ എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത വന്നുകൊണ്ടേയിരിക്കുന്നു. സിമി സജീവ് അങ്ങനെ ഏതെങ്കിലും വഴിപോക്കിയല്ല, മാത്രമല്ല ഒരു നിഴൽ എന്നാണ് ശോഭ സുരേന്ദ്രൻ പറഞ്ഞത്. അങ്ങനെ വെറും ഒരു നിഴലല്ല, BJPയുടെ സജീവ പ്രവർത്തകയാണ് എന്ന് തെളിയിക്കുന്ന ഫോട്ടോകളും ദൃശ്യങ്ങളുമാണ് ഇപ്പോൾ കോൺഗ്രസ് പുറത്തുവിടുകയും ചെയ്യുന്നത്. മാർച്ച് 29 പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാലക്കാട് എത്തിയത്. പെട്ട് അടപടലം പെട്ട് ചേച്ചി. ഇനി സിമി ചേച്ചി എവിടെ കൊണ്ടാ നിങ്ങൾ ഒളിപ്പിച്ച് വെച്ചേക്കുന്നത്? അവരെ കൊണ്ട് ഇനി പുറത്തു വിടും. സിമി ചേച്ചി അപ്പോഴേ നാട് കടത്തി. വേറെ എണ്ണം വന്നിട്ട് ഒരു വെല്ലുവിളിയൊക്കെ നടത്തിയായിരുന്നു ഇതിന്റെ ഇടയിൽ കൂടെ. അതുകൂടെ ഒന്ന് വെക്കാം. മുതൽ ഞങ്ങൾ ചേച്ചി പറഞ്ഞൊരു കാര്യമുണ്ട്. ഇതിനകത്ത് ഭാരതീയ ജനതാ പാർട്ടിയോ പാർട്ടിയെ പ്രതിനിധീകരിക്കുന്ന ഒരാളോ അവിടുത്തെ ആ അമ്മയ്ക്ക് പൈസ കൊടുക്കുന്നതിന്റെ ഏതെങ്കിലും ഒരു വിഷ്വൽ നിങ്ങളൊന്ന് കാണിക്കാമോ? കാണിച്ചിട്ടുണ്ട്, നിങ്ങളുടെ പാർട്ടിക്കാരി തന്നെ. ഇനി എന്താണ് അണ്ണന് പറയാനുള്ളത്? ഇങ്ങനെ ഉളുപ്പില്ലാതെ നാണം കെടാനും വേണം ഒരു യോഗം. എന്തൊരവസ്ഥയാണോ എന്തോ. അണ്ണൻ ചാണകമാണെന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ടാണ് അണ്ണൻ ഈ ചാണക കളറിലെ ഷർട്ടൊക്കെ ഇട്ടിരിക്കുന്നത്. എന്താണെങ്കിലും ചാണകത്തിനും കൂടെ നാറ്റ കേസാണ് അത്. കാര്യം ചാണകത്തിനൊക്കെ ഇത്തിരി ഗുണമുണ്ട്, നിങ്ങൾക്കൊന്നും ആ ഒരു ഗുണം പോലും ഇല്ല. അപ്പം പെട്ടിട്ടുണ്ട്. ഇനി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇലക്ഷൻ കമ്മീഷൻ തീരുമാനിക്കും. പിന്നെ ഇവരുടെയൊക്കെ പിടിപാട് വെച്ച് ഒതുക്കി തീർക്കാനുള്ള സാധ്യതയുണ്ട്. മനസ്സിലായോ? ശോഭിച്ച് തന്നെ ഈ ക്യാമറയുടെ മുന്നിൽ എന്തോരം കള്ളത്തരം പറഞ്ഞത്. നിഴലാണ്, അവരെ അറിയത്തില്ല, അങ്ങനെ ഒരു സ്ത്രീ എന്റെ കാറിൽ ഇല്ല, വേണം ഇപ്പൊ ഒന്ന് കാറിൽ നോക്കൂ. വീഡിയോക്കകത്ത് വ്യക്തമായി പ്രൂഫ് ഉണ്ട്, പതിഞ്ഞ കാര്യമാണ്. അതാണ് ഇവര് വന്നിരുന്നിട്ട് ഈ കല്ല് വെച്ച നുണ പറയുന്നത്. അങ്ങനെ ഒരു സ്ത്രീയെ നമുക്ക് കണ്ടിട്ട് പോലും ഇല്ലെന്ന്. കള്ളത്തരം ഉണ്ടായിട്ടാണല്ലോ ഈ കള്ളത്തരം ഇങ്ങനെ പറയുന്നത്. നിങ്ങൾ കൊടുത്തിട്ടില്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ പരിങ്ങേണ്ട ആവശ്യമില്ലല്ലോ. എന്താണെങ്കിലും മിക്കവാറും പാലക്കാട് ബൂംജിക്കാവാനുള്ള സാധ്യത കാണുന്നുണ്ട്. നല്ലൊരു അടിയാണ് കിട്ടിയത്. ഇനി വേറെ പരിപാടി ഉണ്ട് ഗൈസ്, സാരി കച്ചവടം. അതും അതിന്റെ ഒരു വാർത്തകൾ വെക്കാൻ ഞാൻ. പാലക്കാട് പിരായിരി പഞ്ചായത്തിലാണ് BJP വോട്ടേഴ്സിനെ സ്വാധീനിക്കുന്ന ആരോപണം. സാരി നൽകുന്ന ചിത്രങ്ങളാണ് പുറത്തു വരുന്നത്. സാരി ഷാരിഖ് നവാസ് നേരത്തെ 5000 രൂപയാണെങ്കിൽ ഇപ്പോൾ സാരി എന്നാണ് ആരോപണം. അല്ല, അത് തന്നെയാണ് NMR റസാഖ് അല്പസമയം മുൻപ് ആരോപിച്ചത്. സാരി നൽകുന്നതൊക്കെ അങ്ങനെ ഒരു ആരോപണം ഉണ്ടായിരുന്നു. ഇപ്പൊ അതിന്റെ ചിത്രങ്ങൾ സഹിതമാണ് പുറത്തു വന്നിരിക്കുന്നത്. ഷാരിഖ് നവാസ് സാരിയൊക്കെ നൽകിയിട്ടാണ് പരിപാടി നടത്തുന്നത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു 3 ദിവസം മുമ്പ് ഒരു വാർത്ത വന്നിട്ടുണ്ടായിരുന്നു. റാലിക്ക് എത്തിയാൽ സാരി. പൂഞ്ഞാറ് മണ്ഡലത്തിലെ തിടനാട് വനിതാ റാലിക്ക് എത്തുന്നവർക്ക് BJPയുടെ സാരി വാഗ്ദാനം. ഓഡിയോ സംഭാഷണം പുറത്ത്. ഇവർ ഈ സാധനം പഞ്ചായത്ത് അംഗങ്ങളുടെ ഗ്രൂപ്പിലാണ് ഈ ഒരു ഓഡിയോ ഇട്ടിരുന്നത്. ഇത് കയ്യിൽ നിന്ന് പോകുമെന്ന് മനസ്സിലായി, അല്ലെങ്കിൽ പണി കിട്ടുമെന്ന് മനസ്സിലായപ്പോൾ തന്നെ ഓഡിയോ അങ്ങ് ഡിലീറ്റ് ചെയ്തു. എന്താണെങ്കിലും ഓഡിയോ ആണെന്ന് വെക്കാം. നാളെ നമ്മുടെ പഞ്ചായത്തിന്റെ വനിതകളുടെ എല്ലാം ഒരു റാലി തിടനാട് നമ്മൾ സംഘടിപ്പിക്കുന്നുണ്ട്. അപ്പം എല്ലാ പ്രദേശത്തും നിന്നും റാലിയിൽ പങ്കെടുക്കുന്ന വനിതകളുടെ പേരും അഡ്രസ്സും ഫോൺ നമ്പറും തയ്യാറാക്കി, എത്ര സാരി വേണമെങ്കിൽ അവരുടെ എല്ലാം ലിസ്റ്റ് തയ്യാറാക്കി ഞള്ളക്കാട്ട് ജോജിയുടെ വീട്ടിൽ ചെന്ന സാരി എടുത്തുകൊണ്ട് വേണം പോകാൻ. അപ്പം 2:30 നമ്മൾ തിടനാട് എത്തണം. 3 മണിക്ക് പൊതുസമ്മേളനം, 2:30 റാലി തുടങ്ങും. 4 മണിയോടുകൂടി നമ്മൾ പരിപാടി അവസാനിപ്പിക്കുക. അത് കഴിഞ്ഞ് പല സ്ഥലങ്ങളിലും നമുക്ക് ബൂത്ത് കൺവെൻഷൻ വെച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ അതും നടത്തേണ്ടതുണ്ട്. അപ്പോൾ അതനുസരിച്ച് കാര്യങ്ങൾ എല്ലാവരും ഒന്ന് അറേഞ്ച് ചെയ്യണം. അപ്പം അതാണ് സാരി പരിപാടി. ഇനി അടുത്ത പരിപാടി കിറ്റ് പരിപാടി കൂടെ വെക്കാം. റാഷിദ്, ഇവിടെ തൃശ്ശൂർ കാച്ചേരിയിലെ അച്ചാർ കമ്പനിയിലാണ് ഈ കിറ്റുകൾ കാണുന്നത്. ഈ കിറ്റുകൾ മുഴുവൻ ഇവിടെ വിതരണം ചെയ്യാൻ കൊണ്ടുവച്ചു എന്നുള്ളതാണ്. ഇവിടെ നിന്ന് ബൂത്തുകളിലേക്ക് വാഹനങ്ങൾ പ്രത്യേകം കൊണ്ടുപോവുകയാണ്. അപ്പോൾ ഈ BJP നേതാവിന്റെ സഹോദരന്റെ അച്ചാർ കമ്പനിയാണ്. ഈ അച്ചാർ കമ്പനിയിലാണ് സഹോദരന്റെ അച്ചാർ പൊക്കി എല്ലാ ബൂത്തുകളിലേക്കും ഇവിടെ നിന്ന് കിറ്റുകൾ പോകുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ LDF പ്രവർത്തകർ ഇത് വന്ന് തടഞ്ഞിട്ടുണ്ട്. വിവരം പറഞ്ഞ് പോലീസും സ്ഥലത്തെത്തിയിരിക്കുകയാണ്. അപ്പം കേട്ടല്ലോ, കിറ്റ്, അച്ചാറ്, സാരി, പൈസ ഒഴുകുക കേട്ടോ. സാധനവും പൈസയൊക്കെ അങ്ങ് ഒഴുക്കുവാണ്. ഇത് ഇന്നത്തെ ന്യൂസാണ് കേട്ടോ, ഇത് ഇന്നത്തെ ന്യൂസാണ്. ഈ പൈസയുടെ ന്യൂസ് വന്നതിന് ശേഷം വന്ന ന്യൂസാണ്. ഇതുപോലെ ഇനി എത്ര എണ്ണം പൊങ്ങി വരുമോ എന്തോ. ഇന്നലെ തവളെ പിടിക്കുന്നതിന് ഒരു ടോർച്ച് ഇറങ്ങി കഴിഞ്ഞാൽ കുറെ എണ്ണത്തിനെ കിട്ടും രാത്രിയാകുമ്പോ. മനസ്സിലായോ? രാത്രിയാണ് സാധാരണ അണ്ണന്മാര് പൈസയായിട്ട് ഇറങ്ങുന്നത്. നാളെ എത്ര എണ്ണത്തെ ന്യൂസ് വരുമോ എന്തോ. ഇത് BJPക്കാർ മാത്രമല്ല, എല്ലാവന്മാരും ഉണ്ട്. ഇപ്പൊ പൊങ്ങി വന്നത് BJPക്കാരുടെ മാത്രമാണെന്നേ ഉള്ളൂ. പക്ഷെ കമ്പാരിറ്റീവ്ലി ബാക്കിയുള്ളവരെക്കാൾ കൂടുതൽ ഇവിടെ സീറ്റ് പിടിക്കാനും വോട്ട് പിടിക്കാനും പൈസ ഇറക്കുന്നത് BJP ആണ്. അതുകൊണ്ടാണ് BJPയുടെ ഇത്രയും തള്ളി വരുന്നത്. അപ്പൊ എന്താണെങ്കിലും ശോഭ ചേച്ചിയുടെ ഭാവി എന്തായി തീരുവോ എന്തോ. പുറത്തായാൽ മതിയായിരുന്നു, ഒരു രസം ഉണ്ടായിരുന്നു ഇല്ലേ പുറത്താക്കിയായിരുന്നെങ്കിൽ. അപ്പൊ ഇതൊക്കെയാണ് ഗൈസ് ഇന്നത്തെ വിശേഷങ്ങൾ. കൂടുതലൊന്നും പറയാനില്ല. വേറെ എന്തെങ്കിലും ഇതുപോലുള്ള കോമഡികൾ കിട്ടുവാണെങ്കിൽ നമുക്ക് വേറെ വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ കൂടുതലൊന്നും പറയുന്നില്ല. ടാറ്റാ, ബൈ ബൈ.